അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. അലി റളിയല്ലാഹുവിന്റെ കാലത്താണ് നെഹ്റുവാൻ യുദ്ധം നടക്കുന്നത്. ശരിക്ക് ആ യുദ്ധം ഖവാരിജുകൾക്കുള്ള ഒരു കനത്ത പ്രഹരമായിരുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടിയ നല്ലൊരു അടിയായിരുന്നു നെഹ്റുവാൻ യുദ്ധം. അവർക്ക് ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി. അങ്ങനെ പിന്നെ അവര് പ്ലാൻ ചെയ്യാണ്, നമുക്ക് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തി കളയാം. ഹിജ്റ 40കളിലാണ് ഈ സംഭവം. ഹിജ്റ 40ന്റെ തൊട്ടു മുമ്പൊക്കെ ആയിട്ട് അങ്ങനെ 3 ആൾക്കാർ പ്ലാൻ ചെയ്തു. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം, ബുറഖ് ഇബ്നു അബ്ദില്ല, അംർ ഇബ്നു ബക്കർ. ഈ 3 ആൾക്കാരും കഅബക്കരികിൽ ഇരുന്നിട്ടാണ് ഗൂഢാലോചന നടത്തുന്നത്. അവർ പ്ലാൻ ചെയ്തത്, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വഴിപിഴച്ച 3 ആൾക്കാർ, ഒന്ന് അലി ഇബ്നു അബീ താലിബാണ്, 2 മുആവിയ ഇബ്നു അബീ സുഫിയാനാണ്, 3 അംർ ഇബ്നു ആസ്. അപ്പൊ ഈ 3 ആൾക്കാരെയും നമുക്ക് വകവരുത്തണം. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറഞ്ഞു, അലിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ബുറഖ് ഇബ്നു അബ്ദില്ല പറഞ്ഞു, മുആവിയന്റെ കാര്യം ഞാനും നോക്കാം. അംർ ഇബ്നു ബക്കർ പറഞ്ഞു, അംർ ഇബ്നു ആസിന്റെ കാര്യം ഞാനും നോക്കാം. ശരിക്ക് ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന പ്രഗൽഭരായ, അതുപോലെ തന്നെ ശ്രേഷ്ഠരായ സഹാബിമാരാണ് അവർ. വഖുൽ ഇന്ന ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ വസീറാഹു ഖിദ്മൻ സുമ്മ ഉസ്മാനുൽ അർജഹു വറാബിഉഹും ഖൈറുൽ ബരിയത്തി ബഅദഹും അലിയുൻ ഹലീഫുൽ ഖൈരി ബിൽ ഖൈരി മുൻജിഹു. അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ സഹാബിയാണ് അലി ഇബ്നു അബീ താലിബ്. പക്ഷെ ഖവാരിജുകളുടെ കണ്ണിൽ ഏറ്റവും വഴിപിഴച്ച ആളാണ് അലി ഇബ്നു അബീ താലിബ്. അങ്ങനെ ഒരു കഅബക്കരികിൽ ഇരുന്നിട്ടാണ് ഗൂഢാലോചന നടത്തുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഈ 3 ആൾക്കാരെയും നമ്മൾ തീരുമാനാക്കണം. അതിന് ഒരു ദിവസവും അവർ നിശ്ചയിച്ചു. അവർ തെരഞ്ഞെടുത്ത ദിവസം റമദാൻ 17ആണ്. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരിടത്ത് നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിലെ ഒരു ദിവസത്തിൽ ഒരു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അംർ ഇബ്നു ആസിനെയും കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഫജ്ർ നിസ്കാരത്തിന്റെ സമയത്ത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം മറഞ്ഞിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ജനങ്ങളൊക്കെ നിസ്കാരത്തിന് വിളിച്ചിട്ടാണ് അലി റളിയല്ലാഹു പള്ളിയിലേക്ക് വരുന്നത്. ഇരുട്ടിന്റെ മറവിൽ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അലി റളിയല്ലാഹു അൻഹു ആഞ്ഞു വെട്ട് തലക്കാണ് കൊണ്ടത്. ആ വെട്ട് കിട്ടിയിട്ടാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് മരിക്കുന്നത്. അതിനുശേഷം 2-3 ദിവസം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നുള്ളൂ. ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ പിടികൂടിയിട്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുന്നുണ്ട്. അപ്പൊ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? യാ അദുവല്ലാഹ് അലം ഉഹ്സിൻ ഇലൈക, ഞങ്ങൾക്ക് നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ, നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ലല്ലോ, എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറയുന്നുണ്ട്, 40 ദിവസം എന്റെ വാള് വിഷത്തിൽ മുക്കിയിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു ഈ ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട മനുഷ്യനെ വധിക്കാൻ വേണ്ടിയിട്ട്. അലി ഇബ്നു അബീ താലിബിനെ ആ കണ്ണോടുകൂടിയാണ് ഖവാരിജുകൾ കണ്ടത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ആരാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം? അയാൾ ഏതോ ഒരു വാടക കൊലയാളിയായിരുന്നില്ല, ഒരു വാടക ഗുണ്ടയായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 ആൾക്കാരിൽ നിങ്ങൾ ഖുർആൻ പഠിക്കണം. ആ കൂട്ടത്തിൽ ഒരാളാണ് മുആദ് ഇബ്നു ജബൽ. ആ മുആദ് ഇബ്നു ജബലിൽ നിന്ന് ഖുർആൻ പഠിച്ച ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഫത്ഹ് മിസ്ർ, ഈജിപ്ത് ജയിച്ചടക്കിയ സൈന്യത്തിൽ മുമ്പിൽ നിന്ന പോരാളിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായ അംർ ഇബ്നു ആസിന് കത്ത് എഴുതുന്നുണ്ട്. ആ പള്ളിക്കരികിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിന് താമസം മാറ്റി കൊടുക്കണം. അവിടെ വന്നിട്ട് ആൾക്കാർ അയാളുടെ അടുത്ത് നിന്ന് ഖുർആൻ പഠിക്കട്ടെ, അയാൾക്ക് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇമാം സഹബി റഹിമഹുല്ലാഹ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഫീ ജബ്ഹതിഹി അസറു സുജൂദ്, അയാളുടെ നെറ്റിത്തടത്തിൽ സുജൂദിന്റെ അടയാളം ഉണ്ടായിരുന്നു പറഞ്ഞത്. വകാന മിനൽ ഉബ്ബാദ്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ജീവിച്ചിരുന്ന ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. പിന്നെ അവർക്ക് എവിടെ പഴച്ചത്? അവർക്ക് എവിടെയാ തെറ്റിപ്പോയത്? ആ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വധിച്ചത്. കാരണം എന്താ? വധിക്കാൻ അവർക്കുള്ള തെളിവ് എന്തായിരുന്നു? ഖുർആനിലെ ആയത്തായിരുന്നു. അല്ലാഹു കാഫിറുകളുടെ വിഷയത്തിൽ ഇറക്കിയ ആയത്ത് അവർ സഹാബിമാരുടെ വിഷയത്തിൽ ഓതി. ഖുർആൻ അറിയാത്ത ആളായിരുന്നില്ല അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഖുർആൻ പഠിച്ച ആളാണ്. ഖുർആൻ പഠിപ്പിക്കാൻ സഹാബിമാർ നിശ്ചയിച്ച ആളാണ്. യുദ്ധങ്ങളിൽ ഇസ്ലാമിന്റെ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന ആളാണ്. അയാളാണ് പഴച്ചുപോയത്. കാരണം എന്താ?
ഖുർആൻ അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മനസ്സിലാക്കിയ പോലെയല്ല ഒരു മനസ്സിലാക്കിയത്. അതാണ് മൻഹജു സലഫ് എന്ന് പറഞ്ഞത്. നമുക്കൊരു ആയത്ത് കിട്ടിയാൽ അത് നബിയും സഹാബിമാരും മനസ്സിലാക്കിയ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖവാരിജികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഖുർആൻ ഓതും, പക്ഷെ അത് ഓരോ തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങൂല എന്നാണ്. തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങൂല. അപ്പൊ ആ ജാതി ഖുർആൻ ഓത്തുകാരായിട്ട് നമ്മൾ മാറരുത്. അപ്പൊ റമളാനാണ് നമുക്ക് മാക്സിമം ഓതാൻ കഴിയും, നമ്മൾ ഓതുക എന്നുള്ളതാണ്. റമളാന് ശേഷം നന്നായിട്ടൊന്ന് ഇരുന്ന് ഖുർആൻ പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അപ്പൊ നമ്മുടെ പള്ളിന്റെ കീഴിൽ എല്ലാ ശനിയാഴ്ചകളിലും ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. റമളാനിന് ഒഴിവാണ്. റമളാൻ കഴിഞ്ഞാൽ ആ ക്ലാസ്സുകൾ നടക്കും. അവിടെ നമ്മുടെ സാന്നിധ്യം വേണം. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു പരിഭാഷ മറിച്ചിട്ട് ഖുർആൻ പഠിക്കുന്നതും ഇബ്നു കസീറും സഅദിയും ഇബ്നു ഉസൈമീനും ഖുർത്തുബിയും തൊബരിയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഉസ്താദ് ദർസ് എടുത്തിട്ട് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് തമ്മിൽ നല്ല മാറ്റമുണ്ട്. അപ്പൊ ശരിക്ക് മുൻഗാമികൾ ഖുർആനെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകും, ദുരന്തങ്ങൾ ഉണ്ടാകും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വധിച്ച അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അപ്പോ നബിയും സഹാബിമാരൊക്കെ ഖുർആൻ മനസ്സിലാക്കിയതുപോലെ ഖുർആൻ പഠിച്ചതുപോലെ പഠിക്കാൻ നമ്മളും തയ്യാറാകണം. അതിനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. അല്ലാഹു ഖുർആന്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.